ഇസ്രായേലിനെ വീണ്ടും പുകച്ച ഹൂതികൾ. യമനിലെ ഹൊദൈദ, അൽ സാലിഫ് തുറമുഖങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായാണ് യമനിലെ വിമതർ ഇസ്രായേൽ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. കഴിഞ്ഞ 48 മണിക്കൂറിൽ യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമിട്ടെത്തിയ മൂന്നാമത്തെ ബാലിസ്റ്റിക് മിസൈലാണിത്. ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകളെത്തിയതോടെ അപായ സൈറനുകൾ മുഴങ്ങി. ഹൂതി ആക്രമണം ടെലവിവിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമനിൽ നിന്നെത്തിയ ബാലിസ്റ്റിക് മിസൈലിനെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതായി IDF അറിയിച്ചു. യമൻ സായുധ ഗ്രൂപ്പിൻ്റെ ആക്രമണം ഉണ്ടായതോടെ ടെലവിവിലും മധ്യ ഇസ്രായേലിലും സൈറനുകൾ മുഴങ്ങി. വ്യാഴാഴ്ച 2 മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടത്. മിസൈലുകളെല്ലാം വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെയാണ് ആദ്യ മിസൈൽ ഇസ്രായേലിന് നേർക്ക് കുതിച്ചത്. അതോടെ മധ്യ ഇസ്രായേലിലും ടെലവിവിലും സൈറൻ മുഴങ്ങി. സൈറൻ മുഴങ്ങിയതോടെ ലക്ഷക്കണക്കിന് ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം പ്രാപിച്ചു. അതേ ദിവസം ഉച്ചയ്ക്ക് തൊട്ടു മുമ്പ് ഹൂതികൾ 2ാമത്തെ മിസൈലും തൊടുത്തുവിട്ടു. ഇക്കുറി ജെറുസലേമിലാണ് പരിഭ്രാന്തി പരത്തിയത്. ബെൻ ഗുരിയോൺ എയർപോർട്ട് ലക്ഷ്യമിട്ടതായി ആക്രമണത്തിന് ശേഷം ഹൂതികൾ അവകാശപ്പെട്ടു. ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേരെ ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. മെയ് 21-നും 22-നും ഇടയിൽ രാത്രിയിൽ 2 ഡ്രോണുകളും ഇസ്രായേലിന് നേർക്ക് വിട്ടതായി ഹൂതികൾ അവകാശപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. ഗസയിലെ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ മുറവിളികൾക്കിടയിലും ഗസയിൽ ആക്രമണവും ഉപരോധവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നു. ബുധനാഴ്ച പുലർച്ചെ മുതൽ ഗസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 93 പേർ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിച്ച വിദേശ നയതന്ത്രജ്ഞർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു. ഗസയിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും അതിനിടെ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഗസയെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കൂടുതൽ കടുത്ത ആക്രമണ പദ്ധതിക്ക് രൂപം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാണെങ്കിൽ മാത്രമേ ഇതിൽ മാറ്റം വരുത്തുകയുള്ളൂവെന്നും നെതന്യാഹു വ്യക്തമാക്കി. ദോഹയിൽ വെടിനിർത്തൽ ചർച്ച തുടരുന്നതിനിടയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നു. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ നിരവധി ലോകരാജ്യങ്ങൾ ഗസ ആക്രമണവും ഉപരോധവും അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം തുടരുകയാണ്. അതിനിടയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. മാർച്ച് 2 മുതൽ തുടരുന്ന ഉപരോധം മൂലമുള്ള പട്ടിണിയിൽ ഗസയിൽ 326 പേര് മരിച്ചു. എന്നിട്ടും ഇസ്രായേൽ ഉപരോധം തുടരുകയാണ്. സഹായ വിതരണത്തിന് ബദൽ സംവിധാനം ഒരുക്കുമെന്ന് US പ്രഖ്യാപനവും വന്നു. എന്നാൽ ട്രംപിൻ്റെ പ്രഖ്യാപനം വെറും പ്രഖ്യാപനമായി ഒതുങ്ങി. അതിനിടെ സഹായം എത്തിയില്ലെങ്കിൽ ഗസയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ മരിച്ചു വീഴുമെന്ന UN മുന്നറിയിപ്പും വരുന്നുണ്ട്.